ഹലോ ഗൈസ്, നമ്മുടെ വാട്സപ്പിൽ എങ്ങനെ ടൈപ്പ് പാസ് റെക്കോർഡിംഗ് നമുക്ക് ആഡ് ചെയ്യാന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പം ഞാൻ ജസ്റ്റ് വാട്സപ്പ് എടുത്ത് കാണിച്ചിട്ട് അപ്പം നമുക്ക് എവിടെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഹാക്കർടെക്കിൽ നമ്മുടെ പ്രൈവസി സെക്യൂരിറ്റിക്കകത്ത് എക്സ്ട്രാ ഫീച്ചേഴ്സിലോട്ട് ആഡ് ചെയ്യുന്ന ആൻറ്റിവൈറസിൻ്റെ അകത്ത്. അപ്പം ഇവിടെ ഒരു ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമുക്ക് എന്താണ് നമ്മുടെ ബേസിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ജസ്റ്റ് MD-VIP എടുക്കുക. MD-VIP എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ കോഡ് ഞാൻ പിൻ ചെയ്തേക്കാം കമൻറ്റ് ബോക്സിൽ. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഓപ്പൺ ആക്കി എടുക്കുക. പിന്നെ MD മാനേജർ നോർമലായിട്ട് എടുക്കുന്ന പോലെ തന്നെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ APK കൊടുക്കുക. എക്സ്ട്രാ APK ലൊക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് വ്യൂ കൊടുത്ത് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് വ്യൂ കൊടുത്ത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഗൈസ്. അപ്പം ഓപ്പൺ ചെയ്യാൻ എന്നിട്ട് ക്ലാസ്സസ് സെലക്ട് ഓൾ കൊടുത്ത് ഓക്കെ കൊടുത്ത് സെർച്ച് ബാറിൽ വന്നിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ കോൺവെർസേഷൻ ടൈപ്പ് ചെയ്തിട്ട് അതൊന്ന് സെർച്ച് ചെയ്യുക ഗൈസ്. അപ്പം com.gb whatsapp.ioയ്ക്കകത്ത് നമ്മുടെ കോൺവെർസേഷൻ ഓപ്പൺ ചെയ്ത് നമ്മുടെ നാവിഗേഷൻ ബാറിൽ ഏറ്റവും അടിയിലേക്ക് വന്നിട്ട് ഏറ്റവും അടിയിൽ വരാം കേട്ടോ. നാവിഗേഷൻ ബാറിൽ ഏറ്റവും അടി വരാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോഡ്സ് ഓപ്പൺ ചെയ്ത് അവിടെ ഒരു മെത്തേഡ് പബ്ലിക് എൻ്റെ മെത്തേഡ് വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഏറ്റവും അടിയിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പം പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് സേവ് ചെയ്തിട്ട് ജസ്റ്റ് ബാക്ക് വന്നിട്ട് എന്താണ് നമുക്ക് ഞാനിവിടെ നേരത്തെ എൻ്റെ പാക്കേജ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ സേവ് ചെയ്തതിൻ്റെ അകത്ത് പാക്കേജ് ജസ്റ്റ് മാറ്റാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റാം കേട്ടോ. നിങ്ങളുടെ എന്താണ് GB വാട്സപ്പ് ആണെങ്കിൽ GB വാട്സപ്പ് അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ മാറ്റാം. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഒന്ന് മൊത്തത്തിൽ മാറ്റുകയാണ്. അപ്പം നമ്മുടെ എന്താണ് വാട്സപ്പ് ഞങ്ങളുടെ GB വാട്സപ്പ് എൻ്റെ പാക്കേജ് നെയിം ജസ്റ്റ് ഒന്ന് മാറ്റണം. അപ്പം നിങ്ങൾക്ക് മാറ്റാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് എന്താണ് 1RY എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് ക്ലാസ് നെയിം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് കൊടുക്കുമ്പോൾ ഒരു റിസൾട്ട് വരുന്നുണ്ട് എക്സിൻ്റെ അകത്ത്. അപ്പം അത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഞാൻ വീണ്ടും ഒരു കോഡ് ജസ്റ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി അടി കൊടുക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടുത്തെ സെർച്ച് ഓപ്ഷനിൽ വന്നിട്ട് അതൊന്ന് പേസ്റ്റ് ചെയ്യാം. അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഒരു റിസൾട്ട് വരുന്നുണ്ട്. അപ്പം ആ റിസൾട്ടിൻ്റെ തൊട്ടടിയിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വേറൊരു ഇൻബോക്സ് സ്റ്റാറ്റിക്ക് P1 വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് ജസ്റ്റ് എന്നിട്ട് സ്പേസ് വിട്ട് അവിടെ നിന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മളെന്താണ് നമുക്ക് നമ്മുടെ സ്വിച്ച് ഒന്ന് കോപ്പി ചെയ്ത് വയ്ക്കാം. അപ്പം അവിടെ അത്രയേ ഉള്ളൂ ചെയ്യാനുള്ളത്. പിന്നെ ജസ്റ്റ് ബാക്ക് വരിക. നമുക്ക് ബാക്ക് വന്നിട്ട് ജസ്റ്റ് നമ്മുടെ എന്താണ് നോർമലായിട്ട് കമ്പൈൽ കൊടുത്തിട്ട് നമ്മുടെ എന്താണ് ഫയലൊന്ന് സേവ് ചെയ്ത് വയ്ക്കുക ഗൈസ്. അപ്പം ജസ്റ്റ് ബാക്ക് വന്നിട്ട് നമുക്ക് അതൊന്ന് അപ്ഡേറ്റ് കൊടുക്കാം. അപ്പം ഫയൽ കമ്പൈൽ ആയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഫയൽ അപ്ഡേറ്റ് ഓട്ടോ സൈനിങ് കൊടുക്കുക. അന്ന് കഴിഞ്ഞിട്ട് അപ്ഡേറ്റും കൊടുത്തിട്ട് സൈൻ ഇൻ ആയി ഫയൽ ജസ്റ്റ് ഒന്ന് എടുക്കുക. പിന്നെ നിങ്ങൾക്ക് MD മാനേജർ ജസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെക്കട്ടെ, അല്ലെങ്കിൽ ഡീകമ്പൈൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ XML എവിടെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ XML ആണെങ്കിൽ XML V1 ആണെങ്കിൽ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഒന്ന് ഡീകമ്പൈൽ ചെയ്ത് ഓപ്പൺ ഓപ്പൺ ചെയ്തതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഫയൽ സ്വിച്ച് എവിടെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിവിടെ കാണാം സ്വിച്ച് നമ്മുടെ ചെക്ക് ബോക്സ് പ്രിഫറൻസ് ആണ്. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. ലേഔട്ട് വരെ ആൻഡ്രോയിഡ് ലേഔട്ടിൻ്റെ കോഡ് വരെ എന്നിട്ട് സ്വിച്ച് പ്രിഫറൻസിൻ്റെ അവിടെ വന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പം അത് സെറ്റ് ആയിക്കോളാം. എന്നിട്ട് സേവ് ചെയ്തിട്ട് ബാക്ക് വന്ന് അപ്ഡേറ്റ് കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നോർമലായിട്ട് നമ്മുടെ വാട്സപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അപ്പം എന്താണ് വാട്സപ്പ് ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പം ജസ്റ്റ് ഒന്ന് ലാഗ് വരും. അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടുകയാണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ. ഇപ്പോൾ ഒരു ടൈം എടുക്കുന്നതുകൊണ്ട് ഇൻസ്റ്റാളേഷൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പം ഓപ്പൺ ചെയ്തു. ഇപ്പോൾ വാട്സപ്പ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് ജസ്റ്റ് നമുക്ക് എന്താണ് നമ്മുടെ ആൻറ്റിവൈറസ് ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം എന്താണെന്ന് നോക്കാം. അവിടെ സ്വിച്ച് ആഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ആൻറ്റിവൈറസ് എക്സ്ട്രാ ഫീച്ചേഴ്സിൻ്റെ അത് നമുക്ക് എന്താണ് ടൈപ്പ് പാസ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു പുതിയ സ്വിച്ച് ഇവിടെ ആഡ് ആയി കാണാം ഗൈസ്. അപ്പം ഇത്രേ ഉള്ളൂ മെത്തേഡ്. നമുക്ക് ടൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് റെക്കോർഡിംഗ് നമുക്ക് ഓപ്പോസിറ്റ് ആൾക്ക് കാണിക്കുന്നൊരു മെത്തേഡ്. അപ്പം എൻ്റെ അടുത്ത് യൂസ് ചെയ്യുക ഗൈസ്. അപ്പം ഓക്കെ.